എടാ ബിജു സാറ് പറഞ്ഞ എക്സാം ഇന്നല്ലായിരുന്നു. എടാ ഞാനൊന്നും പഠിച്ചില്ലടാ. എടാ അതിന് ഞാനും ഒന്നും പഠിച്ചില്ലല്ലോ. ആണല്ലേ? അപ്പം എന്തോ എഴുതൂടാ? നീ ഇതൊന്നും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇങ്ങോട്ട് വന്നേ. എടാ ബെല്ലടിച്ച് ബിജു സാർ ഇപ്പൊ വരും. എക്സാം ഒന്നും പഠിച്ചില്ല. അടങ്ങിയിരിക്കടാ. എടാ പേപ്പറെങ്കിലും മേടിക്കടാ, ക്വസ്റ്റ്യനെങ്കിലും എഴുതി വെക്കാടാ. നീ അടങ്ങിയിരി. നീ ഒന്നും മിണ്ടായിരിക്കാ കുറച്ചു നേരം. നീ എന്തോട് താല്പര്യം ഇല്ലാതിരിക്കുന്നേ? വല്ല വള്ളി വല്ല ഒപ്പിക്കാനാന്നോ? നീ ഒന്ന് അടങ്ങിയിരിക്കാവോ? എക്സാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. കണ്ടോ, നീ ഒറ്റ ഒരുത്തം കാരണം പേപ്പർ പോലും മേടിക്കാഞ്ഞത്. ഇപ്പൊ പരീക്ഷ ഇടും. ഈ നാറി ഓർമ്മിപ്പിക്കുകയും ചെയ്തു. അയ്യോ ശരി ശരി ശരി, ഞാൻ മറന്നുപോയി. ആ ബുക്ക് ചെയ്യാന്നേ, ഇപ്പൊ തന്നെ ക്വസ്റ്റ്യൻ ഇടാം. സാറേ, ബിജു സാറേ, വേൾഡ് സയൻസ് ഡേയോടനുബന്ധിച്ച് ഒരു ക്വിസ് കോമ്പറ്റീഷൻ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു സാറ്. പിള്ളേരെല്ലാം വന്നിരിക്കുന്നു. ഓ ശരിയാ, ഞാനതങ്ങ് വിട്ടുപോയി. സാർ ഇപ്പൊ വരുത്തില്ലയോ? അയ്യോ ഞാൻ വരാം. ഇന്നലെ രാത്രിയിൽ ഞാൻ ക്വസ്റ്റ്യൻസ് എല്ലാം എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു മക്കളെ. അപ്പൊ എക്സാം തൽക്കാലം ഞാൻ ഒന്ന് മാറ്റി വെച്ചേക്കുക. ഈ പീരീഡ് ഞാൻ കാണത്തില്ല കേട്ടോ. ഇതായിരിക്കുന്നേ. എടാ നിനക്കറിയായിരുന്നു എക്സാം നടക്കത്തില്ലായിരുന്നു. എടാ നീ ഇവിടെ പുതിയതായതുകൊണ്ടാ എനിക്ക് ഈ കാര്യങ്ങളൊന്നും അറിയാത്ത. പുള്ളി ഇതുവരെ 22 എക്സാം, 13 അസൈൻമെന്റ്, ഇതെല്ലാം ഇവിടെ പറഞ്ഞിട്ടുള്ള ഇതുവരെ നടന്നിട്ടില്ല. അതെന്താ? നമ്മൾ ക്രിക്കറ്റ് കളിയിൽ ഓൾറൗണ്ടറിനെ കണ്ടിട്ടില്ല, അതുപോലാണ് ഈ സാറും. എന്തോ ക്രിക്കറ്റ് കളിക്കാരനെ? എടാ പൊട്ട ക്രിക്കറ്റ് കളിക്കാരനല്ലേ. ഈ സ്കൂളുമായിട്ടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് ഈ സാറാണ്. സാറേ, കലോത്സവത്തിന്റെ ഫ്ലെക്സ് റെഡി ആയിട്ടില്ല. അയ്യോ ഇപ്പൊ ഞാൻ റെഡിയാക്കാം. ഞാൻ തന്നെ പോയി റെഡിയാക്കാം. സാറേ, ഇതാ സ്കൂൾ മാഗസിന്റെ പ്രൂഫ്. ആണോ? എന്നാലും ഞാൻ ഇത് നോക്കിയിട്ടേ നമ്മുടെ പ്രിൻസിപ്പാളിനെ കൊണ്ടേ ഒന്ന് വെരിഫൈ ചെയ്തേക്കാം. ഇവിടുത്തെ പ്രിൻസിപ്പാളിനെ അറിയാലോ, ഒരു കഴിവില്ല. സാറേ ഞാൻ ആകെ ടെൻഷനില്ല. എന്താ സാറേ? ഈ വട്ടത്തെ സബ് ജില്ലാ കലോത്സവം നമ്മുടെ സ്കൂളിൽ വെച്ചിട്ടാണ്. എനിക്കാണെങ്കിൽ എങ്ങനെ നടത്തണമെന്ന് ആലോചിച്ചിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല. ഇതായിരുന്ന കാര്യം. സാറ് പേടിക്കണ്ട, നമ്മളൊക്കെ ഇവിടെ ഇല്ലയോ, നമ്മൾ നടത്തും. അങ്ങനെയാണെങ്കിൽ കലോത്സവത്തിന്റെ ഫുൾ ഇൻചാർജ് ഞാൻ സാറിനെ അങ്ങ് ഏൽപ്പിക്കുക. സാർ എങ്ങനെയാന്ന് വെച്ചാൽ ചെയ്തു. ശരി സാറേ, ഞാൻ ഏറ്റു. ഈ സാറിന്റെ കൈവെള്ളയിൽ കൂടെ സ്കൂള് തന്നെ പോകുന്നത്, അതുകൊണ്ടൊരു പ്രശ്നമുണ്ട്. മെയിനായിട്ടുള്ള കാര്യം നടക്കുന്നില്ല. അതെന്തോ? പഠിത്തം തന്നെ. അപ്പൊ നമുക്ക് ആദ്യത്തെ ചാപ്റ്റർ തുടങ്ങാം. ഓണപരീക്ഷ ആദ്യത്തെ ചാപ്റ്റർ. ബിജു സാറേ, പിള്ളേരെ കൊണ്ടേ സബ് ജില്ലാ കലോത്സവത്തിന് ഓണമായിരുന്നു. മക്കളെ, നിങ്ങൾ ആ ചാപ്റ്റർ ഒന്ന് വായിക്കേ, അപ്പോഴത്തെ ഞാൻ ഇങ്ങ് വരാം. ഇനി ഒരാഴ്ചത്തേക്ക് പ്രതീക്ഷിക്കണ്ട. അപ്പോൾ PTA മീറ്റിങ്ങിൽ നിങ്ങളെല്ലാവരും വന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. ആരുടെ അമ്മയായിരുന്നു? രഞ്ജുവിൻ്റെ അമ്മയായിരുന്നു. രഞ്ജു ആർപ്പിള്ള. സാറേ, സാറിൻ്റെ മകൻ്റെ പേരെന്തായിരുന്നു? മനീഷ് വി സാറേ. മനീഷ് അല്ലയോ? മനീഷ് ബി. കണ്ടാൽ എനിക്കറിയാം. കണ്ടാലറിയുമോ? ക്ലാസ് ടീച്ചറായിട്ടുള്ള സാറിന് അറിയത്തില്ലയോ ക്ലാസ്സിൽ പഠിക്കുന്ന പിള്ളേര്? അയ്യോ അറിയാം, പക്ഷെ ഞാനെപ്പോഴും ക്ലാസ്സിലില്ല. സാറേ ക്ലാസ് തുടങ്ങിയിട്ട് 3-4 മാസമായി. ചെറുക്കൻ പറയുന്നത് സാറൊന്നും പഠിപ്പിക്കുന്നില്ലെന്നാ. സാറേ വീട്ടിലെ ചെറുക്കനും ഇത് തന്നെയാ പറയുന്നത്. അയ്യോ അങ്ങനൊന്നും ഇല്ല സാറേ, ഞങ്ങളുടെ വീട്ടിൽ പിള്ളേർ ഇങ്ങനെ തന്നെ പറയുന്നത്. സാറേ, അവിടെ ക്രിക്കറ്റിന്റെ സെലക്ഷൻ നടക്കുന്നു. സാറിനോട് ഡ്രില്ല് സാറ് ചെല്ലാൻ പറഞ്ഞു. ഞാൻ വരുവാ, നിങ്ങൾ ഇവിടെ ഇരിക്കേ, ചായയൊക്കെ വരും കേട്ടോ. ഇനി വരുമോ? അറിയത്തില്ല, ഞാൻ ജോലിക്കിടെ ഓടി വന്നതാ. ഇയാള് പോയിട്ട് 1 മണിക്കൂറായല്ലോ. വിളിച്ചു വരുത്തിട്ട് ചുമ്മാതെ മനുഷ്യനെ മെനക്കെടുത്ത ഉത്തരവാദിത്വം ഇല്ലാത്ത സ്കൂള് സാറും. ഞാൻ പോകും, എനിക്ക് വേറെ ജോലിയുണ്ട്. എല്ലാരും പോയി, പിന്നെ ഞാൻ മാത്രം എന്തിനാ ഇരിക്കുന്നത്? ഒരുങ്ങ, ഒരു അരമണിക്കൂർ താമസിച്ചെന്നല്ലേ ഉള്ളൂ. ഇപ്പൊ പോയാലും ടിക്കറ്റ് ഒക്കെ കിട്ടും. ഹലോ സാറേ, നാളെ കലോത്സവം ഇല്ലയോ? സ്റ്റേജ് പണി ഇതുവരെ കംപ്ലീറ്റ് ആയിട്ടില്ല. ഇതെങ്ങനെ ഇതിന്റെ പരിപാടി എന്നൊന്ന് പറഞ്ഞു തന്നാലും കൊള്ളായിരുന്നു. ശരി, ഞാൻ അങ്ങോട്ട് വരാം. ഒരു അരമണിക്കൂർ ഞാൻ ഇപ്പൊ വരാം. ബിജു സാറേ. ഓ എവിടാ? ഞാൻ ഇവിടെ സ്റ്റോറിലാ. ഇങ്ങോട്ടൊന്ന് വാ, സാറിന്റെ ക്ലാസ്സിലോട്ടൊന്ന് വാ. സാറേ, ഞാൻ ടെക്സ്റ്റ് ബുക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്റെ സാറേ ഇങ്ങോട്ടൊന്ന് വാ, അതൊക്കെ അവിടെ ഇരിക്കട്ടെ, ഇങ്ങോട്ട് വാ. സാറേ നമുക്ക് ഇവിടെ തന്നോടല്ലേ പറഞ്ഞു ഇങ്ങോട്ട് വരാം, ഇങ്ങോട്ട് വാടോ. ശരി സാറേ. ആ എന്തോ സാർ ഇത്ര ധൃതി? എന്റെ പൊന്നു സാറേ, സാറിനെ പറ്റിയിട്ട് ഗുരുതര ആരോപണങ്ങളാണ് രക്ഷിതാക്കൾ ഉന്നയിച്ചിരിക്കുന്നത്. സാറേ ഞങ്ങളുടെ പിള്ളേരെ ഇങ്ങോട്ട് വിടുന്നത് സാറന്മാരെ കൊണ്ട് പഠിപ്പിക്കാനോ, അല്ലാതെ ചുമ്മാ ഇരുത്താനല്ല. ഓണം കഴിഞ്ഞ്
ഇതുവരെ ഒരു ചാപ്റ്റർ പോലും ഇങ്ങേര് തീർത്തിട്ടില്ല. ഭാഗ്യത്തിന് വേറെ ട്യൂഷൻ വിടുന്നുണ്ട്, അത്യാവശ്യം മാർക്കൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇതുവരെ ഒന്നും മിണ്ടാഞ്ഞത്. എന്റെ കൊച്ചനാണെങ്കിൽ അതുപോലും ഇല്ല. അവൻ എങ്ങനെ പരീക്ഷയ്ക്ക് ജയിക്കും? സാറേ അവര് പറയുന്നത് കാര്യമില്ലയോ? സാറ് തന്നെയല്ലേ എന്നെ? എടോ ഞാനൊരു ഓപ്ഷൻ പറഞ്ഞു എന്ന് വെച്ചിട്ട് എല്ലാത്തിനകത്ത് ഇങ്ങനെ കയറി പിടിക്കാവോ? ഇങ്ങനെ കയറി തലയിടാവോ? നമ്മുടെ സ്കൂളിന്റെ സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യാൻ വേറൊരു ടീമിന് കൊടുക്കാന്ന് പറയാം. അപ്പൊ തനിക്ക് പറ്റത്തില്ല. തനിക്ക് ഇവിടെ ഉള്ള കാര്യങ്ങളൊക്കെ വീഡിയോ എടുത്ത് തനിക്ക് തന്നെ എഡിറ്റ് ചെയ്ത് തനിക്ക് തന്നെ സോഷ്യൽ മീഡിയയിൽ ഇടണം. അല്ല സാറേ ഇവിടെ കുറെ അഡ്മിഷൻ വന്ന് ഭയങ്കര അഭിപ്രായം സ്കൂളിനെ പറ്റി. നമ്മുടെ ഇവിടെ ഉള്ള എല്ലാ പരിപാടിയും ഞാൻ വീഡിയോ എടുത്തിട്ട് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യും. അങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ എല്ലാം വൈറലായിരിക്കുമല്ലേ? എല്ലാരും കാണുമ്പോ ഓരോന്ന് പറയുന്നുണ്ട്, എനിക്ക് മനസ്സിലാവുന്നില്ല. സംഭവം രക്ഷയില്ല. ഇതേപോലുള്ള എല്ലാ കാര്യത്തിനകത്തും താൻ കയറി അങ്ങ് തലയിടും. ഇതിൽ വേറെ സംസാരമൊന്നുമില്ല. ക്ലാസ് ടീച്ചറിനെ മാറ്റണം, അതാ ഞങ്ങളുടെ തീരുമാനം. സാറേ ഇത് മാറ്റിയില്ലെങ്കിൽ ഞങ്ങൾ വെളിയിൽ അറിയിക്കും. ആ മൊത്തത്തിൽ നാണക്കേടാവും സ്കൂളിന്. പെട്ടെന്നൊക്കെ ഒരു സാറെന്ന് പറയുമ്പം ഇങ്ങനൊക്കെ കാണിക്കുന്ന സാറന്മാർക്ക് സസ്പെൻഷനാ കൊടുക്കണ്ടേ? വെറുതെ എന്തിനാ വെച്ചോണ്ടിരിക്കുന്നത്? PTA-ലുള്ളവരെല്ലാം ഞങ്ങളുടെ കൂടെ. സാറപ്പ് എങ്ങനെയാന്ന് വെച്ചാ നോക്കി കണ്ടു ചെയ്യ. ബിജു സാറിന് എന്താ അഭിപ്രായം? ഞാനെന്നാ കുറച്ച് നാളത്തേക്ക് ലീവിന് പോവാം. സാറേ ലീവിന് പോയിരുന്ന ചുമ്മാ ഞണ്ണാനുള്ള പരിപാടിയൊന്നും നടക്കത്തില്ല. ഞങ്ങൾക്ക് സസ്പെൻഷൻ തന്നെ വേണം. സാറേ ഈ സാറന്മാര് വന്നേക്കുന്ന വിദ്യ പഠിപ്പിക്കാനാ, അല്ലാതെ ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാനല്ല. സാറേ ഞാൻ എന്തു ചെയ്യണ്ടേ? അവരുടെയൊക്കെ ആഗ്രഹം പോലെ ആയിക്കോട്ടെ സാർ. സാറിന് ഇവിടെ സ്പോർട്സിൽ ഫിക്സ്ചർ ഇടാൻ വേണ്ടി ഡീപ ടീച്ചർ വിളിക്കുന്നു. സാറ് ഇനി വീട്ടിൽ പോയിരുന്ന ഫിക്സ്റ്റർ ഇടും. സാറേ നമ്മുടെ ക്ലാസ്സിൽ 4-5 പേര് കുറവാ. അതിനെന്താ അവരുടെ കഞ്ഞിയോട് നീ കുടിച്ചോ? അല്ല സാറേ നാളെ അല്ലേ DO വരുമെന്ന് പറഞ്ഞേ. അങ്ങനെയാണെങ്കിൽ നാളെ DOയ്ക്കും കുറച്ച് കഞ്ഞി കൊടുക്ക്. എന്റെ പൊന്ന് സാറേ നാളെ DO വരുമ്പോ പിള്ളേരില്ലേ പ്രശ്നമാവത്തില്ലയോ? ഓ അങ്ങനെ നീ നമ്മുടെ ബിജു സാറിനെ ഒന്ന് കോണ്ടാക്ട് ചെയ്യും, പുള്ളി സെറ്റ് ചെയ്ത് തരും. സാറിന് സസ്പെൻഷൻ ആയിട്ടിരിക്കുമല്ലോ, പിന്നെ പുള്ളി എന്തോ ചെയ്യാനാ? അയ്യോ അത് ശരിയാണല്ലോ. ഇനിയിപ്പോ എന്ത് ചെയ്യും ആലോചിച്ചിട്ട് എപ്രാളവും കേറുന്നു. സാറേ സാറിന് പറ്റുമോ? എനിക്ക് പറ്റത്തില്ല. എനിക്കാണെങ്കിൽ ഇന്ന് 2-3 പീരീഡ് ഉള്ള എക്സാം നടത്താനൊക്കെ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ മീന ടീച്ചർ ചെയ്യുന്ന പരിസര ടീച്ചറെ നിന്റെ ഇവിടെ ഫുട്ബോൾ കളിക്കാൻ വരുന്ന ഏതെങ്കിലും പിള്ളേരുണ്ടോ? എന്ത് സാറേ DO ആക്കാനോ? അല്ല ഡിയോടെ മോനായിട്ട്. സാറേ ഞാനാ പ്രിൻസിപ്പളാ. സാറേ പിള്ളേരെ പഠിപ്പിക്കാൻ ആരെ കൊണ്ടും പറ്റും, പക്ഷെ ഇവിടുത്തെ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാനേ കുറച്ച് മിടുക്ക് വേണം. അത് സാറിനേ ഉള്ളു, ബാക്കി ഇവിടെ ഉള്ള ആർക്കും ഇല്ല. കാര്യങ്ങളെല്ലാം അവതാളത്തിലാണ്. PTA തീരുമാനിച്ചല്ലേ എൻ്റെ സസ്പെൻഷൻ? ആ PTA തന്നെ പറഞ്ഞിട്ടാ ഞാൻ തന്നെ വിളിക്കുന്നേ. സാറേ നമ്മള് നല്ലതെന്ന് വിചാരിക്കുന്ന പല കാര്യങ്ങളും ഓവറായി കഴിഞ്ഞാൽ ശരിയാവത്തില്ല സാറേ. ഞാനില്ല. താ പറയുന്നൊന്ന് കേക്ക്. സാറേ വീട്ടിൽ ഇരുന്നിട്ടേ ഇരിപ്പുറയ്ക്കുന്നില്ല. പിള്ളേരൊക്കെ പറഞ്ഞ് ഞാൻ ഇല്ലാത്തതുകൊണ്ട് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ശോകമാണ്. പെൻഷനിലായാലും ഇടയ്ക്ക് വന്ന് സഹായിക്കുന്നതിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ സാറേ?